ഒരു കൂടല്ലൂരുകാരന് സ്വപ്നം കാണാവുന്ന വലിയ ആഹ്ലാദം എന്ന് പറയുന്നത് അമ്മാവൻ്റെ നോട്ടത്തിലൊരു കന്നുകാലിയെ കുളിപ്പിച്ചു വരുമ്പോൾ കിട്ടുന്ന സന്തോഷമായിരുന്നു എന്നാണ് എം ടി പറയുന്നത്. അവിടെയായിരുന്നു എം ടിയുടെ തുടക്കം. അവിടെ ആ എം ടി അന്നു മുതലേ ഒറ്റപ്പെട്ട് ദുഃഖത്തിൻ്റെ, ഇരുട്ടിൻ്റെ, ഇല്ലായ്മയുടെ, വറുതിയുടെ, പട്ടിണിയുടെയൊക്കെ ഭാഗമായിട്ടാണ്. ഏറ്റവും ഒടുവിൽ നവതിയാഘോഷവേളയിലാണെന്ന് തോന്നുന്നു എം ടി പറയുന്നുണ്ട്, എനിക്ക് പിറന്നാളുകൾ ഉണ്ടായിരുന്നില്ല, ഞാനൊരു 4ാമത്തെ മകനായിരുന്നു, ഇവനൊരു ചെറിയ കുട്ടിയല്ലേ, ഇവനൊരു പിറന്നാൾ സദ്യ വേണം, ഇവനൊരു വിഷുക്കൈ നീട്ടം വേണമെന്നൊന്നും എൻ്റെ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ആ അമ്മയെ നമ്മൾ കഥയിലൂടെ വായിച്ചെടുക്കുന്നുണ്ട്. എവിടെയാണ് കഥയിലൂടെ വായിച്ചെടുക്കുന്നത്? കർക്കിടകത്തിലാണ്. ഉണ്ണിയുടെ അമ്മയാണ്. ഉണ്ണിയുടെ അമ്മ ആകെ ഉണ്ടായിരുന്ന കടം വാങ്ങിയ അരി കൊണ്ട് ഭക്ഷണം വെച്ച് ചോറുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് അതിഥി എത്തുന്നത്. ഈ മഴയത്ത് നനഞ്ഞൊലിച്ച് വരുന്ന കുഞ്ഞിന് ഉണ്ണിക്ക് കൊടുക്കണോ അതോ അതിഥിക്ക് കൊടുക്കണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ചോറ് വറ്റ് അതിഥിക്ക് കൊടുത്ത് അതിൽ കഞ്ഞിവെള്ളം മോന് കൊടുക്കാൻ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു അമ്മ ഈ എം ടിയുടേതായിട്ടുണ്ട്. അത് എം ടിയുടെ ജീവിതത്തിലെ അമ്മയാണ്. എം ടി പറയുന്നുണ്ട്, 4 കെട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന പ്രതിഫലം തൻ്റെ അച്ഛന് കൊടുക്കുമ്പോൾ അച്ഛൻ പ്രമാണം പണയം വെച്ചിരിക്കുകയാണ്, അത് തിരിച്ചു വാങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ആ ഘട്ടങ്ങളിലെല്ലാം ദാരിദ്ര്യം എന്താണ്, ഇല്ലായ്മ എന്താണ് എന്നുള്ളത് ഒരു 4 കെട്ടിനുള്ളിൽ താമസിക്കുമ്പോഴും ആ പുണ്യെപ്പോലെ അറിഞ്ഞ ആളാണ് എം ടി വാസുദേവൻ നായർ.